പിന്നെ നമ്മുടെ ഈ ഒരു ലോക്കൽ മാർക്കറ്റ് ഇൻ ബിസിനസ്സും പിന്നെ അതുപോലെ സ്കെയിലബിൾ മാർക്കറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം. നിങ്ങളൊരു ഇൻവെസ്റ്റർ അടുത്ത് പോവുകയാണെങ്കിലും ആരടുത്ത് പോവുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതിന്റെ ഒരു റെലവൻസ് മനസ്സിലാക്കണം. ഒരു ബിസിനസ് റൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ അപ്പൊ നോർമലി ഞാനൊരു കഥ പറഞ്ഞുതരാം. ഒരു രശ്മി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അപ്പം ആളൊരു ബേക്കറി നടത്തിക്കൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം പുള്ളിക്കാരത്തി ബേക്കറി ഒക്കെ നടത്തി അത്യാവശ്യം നല്ല സക്സസ് ആണ്. കേരളത്തിലായിരുന്നു ഷോപ്പ്. അപ്പോൾ അവിടെ ഉള്ള പ്രൊഡക്ട്സ് പറഞ്ഞാൽ കേരളത്തിന്റെ തനിമ, അതായത് ഇപ്പോൾ ഉണ്ണിയപ്പം പിന്നെ അതുപോലെ ചക്കന്റെ ഐറ്റംസ് അങ്ങനത്തെ കാര്യങ്ങളായിരുന്നു പുള്ളിക്കാരത്തി സെല് ചെയ്തുകൊണ്ടിരുന്നത്. ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ നല്ല രീതിയിൽ കച്ചവടം ഉണ്ടായി. കാരണം ഓർഗാനിക് ആണ്. അതായത് പുള്ളിക്കാരത്തി ആ ലേബലിലേനി സെല് ചെയ്തത്. പക്ഷെ ഒരു പ്രശ്നം എന്താ പറ്റിയെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി ഇവിടെ നല്ല സെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആയി. പക്ഷെ ഈ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആയപ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ ആകെ പണി പാളി. സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര കോമ്പറ്റീറ്റേഴ്സാണ്. ഇപ്പോൾ ഒരു മേജർ സിറ്റിയിൽ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ പുള്ളിക്കാരത്തി ആദ്യം സെല് ചെയ്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ലോക്കൽ മാർക്കറ്റിലാണ്. അതായത് പുള്ളിക്കാരൻ നാട്ടിലെ പുള്ളിക്കാരത്തിന്റെ ഏരിയയിലാണ് സെല് ചെയ്തുകൊണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവില്ല, ഇതുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ നമ്മളെ ബിസിനസ്സായി റിലേറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ബിസിനസ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, ട്രാക്ഷൻ ഉണ്ട്, അതായത് അത്യാവശ്യം അടിപൊളിയായിട്ട് മുമ്പോട്ട് വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും ഓക്കെ ഇതെല്ലാ സ്ഥലത്തും വർക്കാവുമെന്ന് വിചാരിക്കരുത്. കാരണം അതൊരു ലോക്കൽ മാർക്കറ്റിലായിരിക്കും നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക. നമ്മളൊരു ലാർജർ ഓഡിയൻസിൽ എത്തുമ്പോൾ സ്കെയിലബിൾ അല്ലെങ്കിൽ ഗ്ലോബൽ അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ എത്തുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, സ്കെയിലബിൾ മാർക്കറ്റിൽ എത്തുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് വരും, വലിയ വലിയ ആൾക്കാർ നമ്മൾ നോട്ട് ചെയ്യും, കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ സെല് ചെയ്യണമെങ്കിൽ നമ്മൾ കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളും വരുത്തിയിട്ട് സെല് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ രണ്ട് വേരിയേഷനുകൾ മനസ്സിലാക്കുക. ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും നോക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ടാമത്തെ കാര്യമായിരിക്കും. നിങ്ങൾ ലോക്കലി നല്ലോണം ചെയ്യുന്നുണ്ടെങ്കിലും ഇൻവെസ്റ്റേഴ്സ് വാച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്കെയിലബിൾ മാർക്കറ്റിൽ നിങ്ങൾ എത്രത്തോളം ആപ്റ്റ് ആണെന്നുള്ള കാര്യം നോക്കുക. അപ്പോൾ ഈ കാര്യം മനസ്സിൽ വെക്കുക. ഓക്കെ.